എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുമ്പ് മിക്സിയിൽ കടഞ്ഞെടുത്ത വെണ്ണയാണിത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. നമുക്കിത് വെച്ചിട്ട് നെയ്യ് ഉരുക്കിയെടുക്കാം. എങ്ങനെയാണ് ഉരുക്കാമെന്ന് നോക്കാം. നെയ്യ് ഉരുക്കാനായിട്ട് ഈ വെണ്ണ മുഴുവനും ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് സ്റ്റൗ കത്തിക്കുക. സ്റ്റൗ കത്തിച്ചു. വെണ്ണ ഇനി ഉരുക്കിയെടുക്കാം. വെണ്ണ അതാ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെണ്ണ എടുക്കുന്ന വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ്. അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഒന്ന് ഇടണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടണം. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക ചെയ്യുന്നത്. ഗ്യാസിൻ്റെ ചെറിയ ബേണറിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരുവിധം അങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെണ്ണ കംപ്ലീറ്റ് ഉരുകി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സ്ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് അടി പിടിക്കില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പത വരുന്നത് ഒന്ന് മാറ്റിക്കളയാം നമുക്ക്. ഒരു സ്പൂൺ കൊണ്ടോ എന്തുണ്ടെങ്കിൽ ഒന്ന് മാറ്റും. നെയ്യതായിക്കൊണ്ടിരിക്കുകയാണ്. കളറൊക്കെ മാറി തുടങ്ങി. നെയ്യൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് പാകാവും. നെയ്യ് ആയിക്കഴിഞ്ഞു. നല്ല മണമാണ് ഇവിടെ മുഴുവനും നെയ്യിൻ്റെ മണം. അങ്ങനെ നെയ്യ് റെഡിയായി. ഇത് നമുക്കൊരു വൃത്തിയുള്ള പാത്രത്തിലേക്ക്, കുപ്പിയിലേക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചു. അതിനുശേഷം ഒരു തുണി വെച്ചു, നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചു. എന്നിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ അരിച്ചെടുത്തു. നല്ല ശുദ്ധമായ നെയ്യ് കിട്ടി നമുക്ക്. അങ്ങനെ ശുദ്ധമായ നെയ്യ് റെഡിയായി. എല്ലാവർക്കും സാധിച്ചാൽ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായി ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ.